ടി ജി കുറച്ചു ദിവസമായി കണ്ടിട്ട്. പോലീസ് ടി ജിയെ പിടിച്ചുകൊണ്ടുപോയ ശേഷം പഴയ ഫോൺ നമ്പറൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ സ്ഥിരമായി സംസാരിക്കാനൊന്നും പറ്റിയില്ല. മുമ്പ് ടി ജിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ടി ജി 10-28 ദിവസമോ മറ്റോ ജയിലിൽ കിടന്നിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കോടതി 14-ാം ദിവസമോ മറ്റോ ജാമ്യം വേണമെന്ന് ചോദിച്ചപ്പോൾ ജാമ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അത് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊരു കാരണം കാണും. ഇത്തവണയും പോലീസിനൊരു കാരണം കാണും. കാരണം ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഈ രണ്ട് കാരണങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പോഴത്തെ അനുഭവം എങ്ങനെയായിരുന്നു? സാറെ, പണ്ട് നടന്നത് ഒരു 144 പ്രഖ്യാപിച്ചതിൻ്റെ ലംഘനമാണ്. അതൊരു സമരമായിരുന്നു, ഒറ്റയ്ക്കൊന്നും ആയിരുന്നില്ല. ഞാൻ 100-150 പേരുണ്ട്. അപ്പോൾ ആദ്യം പോലീസ് പറഞ്ഞു 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾ പിരിഞ്ഞു പോകണം. അപ്പോൾ ഞങ്ങൾ പന്തലൊക്കെ ഇട്ടിട്ട് അവിടുന്ന് മഹാരാഷ്ട്രയിലായിരുന്നു. അവിടെ അവരുടെ ഭാവനയുണ്ടല്ലോ, അതുമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മളുടെ മുദ്രാവാക്യങ്ങളൊക്കെ വളരെ നിലവാരം കുറഞ്ഞതാണ്. അപ്പോൾ അന്ന് ശമ്പളം കൂട്ടിക്കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ അതിന് അന്ന് വിളിച്ച മുദ്രാവാക്യം രഘുപതി രാഘവ രാജാറാം ജിത്ന പൈസ ഉത്തന കാം. ഇപ്പം തരുന്ന ശമ്പളത്തിൻ്റെ കാശ് ജോലി ചെയ്യുള്ളൂ, അത് കൂടുതൽ ചെയ്യും. പക്ഷേ എത്ര മനോഹരമായ ഒരു മുദ്രാവാക്യമാണ്. നല്ല മുദ്രാവാക്യമാണ്. അത് പ്രാസമൊക്കെ ഒപ്പിച്ച് റെഡിയാക്കി. ഇതാണ് മഹാരാഷ്ട്രക്കാരുടെ. വെറുതെ അല്ല, നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു മേജർ ചങ്ക് മഹാരാഷ്ട്ര ദേശീയവാദികൾ പൊതുവെ ഏത് പ്രസ്ഥാനത്തിലെടുത്തു കഴിഞ്ഞാലും അത് മഹാരാഷ്ട്രയുടെ ഒരു നല്ലൊരു ഷെയറാണ്. ബാക്കി സ്ഥലത്ത് ഇല്ല എന്നല്ല, അവരുടെ വലിയൊരു സംഭാവന എപ്പോഴും ഉണ്ടാവും. അത് ഈ ഝാൻസി റാണി തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് പോയ ആളാണ്. അപ്പോൾ അവർ 144 പ്രഖ്യാപിച്ചു, ഞങ്ങൾ പിരിഞ്ഞു പോയില്ല. സമരാക്രമമൊന്നുമല്ല, വെറുതെ പന്തലിരുന്ന് ഇങ്ങനെ താളാത്മകമായ പക്ഷെ ചങ്കിക്കൊള്ളുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച്. അപ്പോൾ 3-4 ബസ് പിടിച്ച് ഞങ്ങളെ 150 പേരാമറ്റുണ്ട് ജയിലിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. ഇതൊക്കെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ജയിലിൽ വെച്ചിട്ട് ജാമ്യം എടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ വയറ്റിലൊരു വെടി പൊട്ടുകയും ചെയ്തു. ജാമ്യം എടുക്കുന്നില്ല എന്ന് ഇതിനകത്ത് കിടക്കണ്ടേ. ടാക്സ് പേയേഴ്സ് ആയതുകൊണ്ട് B ക്ലാസ് ഫെസിലിറ്റി ഉണ്ട്. ഈ ഒരു കമ്പിളി, തലയണ, പുതയ്ക്കാൻ വേറൊരു കമ്പിളി, ഇതൊക്കെയുണ്ട്. ബട്ട് സ്റ്റിൽ ജയിലാണില്ല. മാത്രമല്ല, ജയിലിൽ പുറത്തുനിന്ന് അടയ്ക്കുന്നത്. ജയിലിൻ്റെ മനുഷ്യൻ്റെ ഒരു പ്രയാസം അതാണ്. ഇപ്പോൾ സാറിന് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് സാറൊരു മുറിയിൽ കിടന്നുറങ്ങും, പുറത്തുനിന്ന് കുറ്റിയിട്ട സാറിന് ഉറങ്ങാൻ പറ്റില്ല. അതാണ് സ്വാഭാവികമായ നമ്മുടെ സ്വാതന്ത്ര്യം. അപ്പോൾ വൈകുന്നേരം ഇവർ പുറത്തുനിന്ന് അടച്ചു കഴിയുമ്പോഴാണ് നമുക്കൊരു ടെൻഷൻ തുടങ്ങും. ഇത് കൊണ്ട് അത്രയൊക്കെ വേണമെന്ന് എനിക്ക് തോന്നിയെങ്കിലും താരതമ്യേന ജൂനിയറാണ് ആ ടീമിൽ ഞാൻ. വലിയ കൊമ്പന്മാരൊക്കെ ഉണ്ട്, അവരാണ് ഡിസിഷനൊക്കെ എടുക്കുന്നത്. അങ്ങനെ അപ്പോൾ സാധാരണ റിമാൻഡ് 14 ദിവസം. ആ 14 ദിവസം ജയിലിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ. പിന്നെ ഈ പറഞ്ഞ പോലെ മിസ്ക്രിയൻസ് ഒന്നുമല്ല, അതുകൊണ്ട് ജയിലധികർക്കും തലവേദനയൊന്നുമില്ല. അതൊരു ഹാളിൽ ഇരിക്കുന്നു, ചീട്ട് കളിക്കാൻ അവർ അനുവാദം തന്നിരുന്നു. ചീട്ട് കൊണ്ടുവന്ന് തന്നു, സമയം പോകണമല്ലോ. അങ്ങനെ 14 ദിവസം കഴിഞ്ഞപ്പോൾ നേതാക്കന്മാർ വീണ്ടും തീരുമാനിച്ചു നമ്മൾ ജാമ്യം എടുക്കുന്നില്ല. ശരി, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് പറഞ്ഞു സെൽഫ് ബോണ്ടിൽ നിങ്ങളെ വിടാം. നിസ്സാര സംഭവമാണ് 144 ലംഘിച്ചു എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. സെൽഫ് ബോണ്ടിൽ വിടാൻ വെറുതെ ഒരു രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാം. എന്ത് പറയുന്നു ചോദിച്ചു. ഇല്ല, ഞങ്ങൾ മഹാത്മാഗാന്ധി, ഗോപാലകൃഷ്ണൻ ഗോഖലെ, ലോകമാന്യ ബാലഗംഗാധര തിലകൻ, 10 രൂപ ശമ്പളം കൂട്ടി കിട്ടാനാണ് മഹാത്മാഗാന്ധിയും തിലകനെ കൂട്ടുപിടി. അവ പുള്ളി പറഞ്ഞു ശരി, വേണമെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത 14 ദിവസത്തേക്ക് റിമാൻഡ്. 14 ദിവസം, അടുത്ത 14 ദിവസം ആയപ്പോഴത്തേക്ക് അടുക്കാറായപ്പോഴും ആൾക്കാർ വിഷമിച്ചു. ഫിഷേഴ്സ് സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് വിത്തിൻ അസ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ജയിലിൽ കിടന്നിട്ട് എന്താ കാര്യം, വാട്ട് ഈസ് ദാറ്റ് വി ആർ ഗെയിനിങ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ചർച്ച തുടങ്ങി.
അവസാനം 28-ാം ദിവസം വീണ്ടും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് വീണ്ടും ഇത് ചോദിച്ചു, പോകുന്നോ അതോ അകത്ത് കിടക്കുന്നോ? സാർ ഞാൻ പൊക്കോളാം. എന്നാൽ രജിസ്റ്ററിൽ ഒപ്പിട്ടോ. എല്ലാവരും ധൃതി പിടിച്ച് ഒപ്പിട്ട് പുറത്തിറങ്ങി. ഇതാണ് ആ ബട്ട് ദെൻ ജയിലിൽ ഞാൻ കണ്ടു. ജയിലിൽ കുറ്റവാളികളെ, മറ്റേ ഹെയ്നസ് ക്രൈം ചെയ്തവർ, ജയിലിൽ ചാടാൻ ശ്രമിച്ചവർ, അവരുടെയൊക്കെ കാലിൽ ചങ്ങലയിടും. അരയിൽ നിന്ന് ക്രോസായിട്ട് 2 ചങ്ങല. ഇയാൾക്ക് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കാല് പോലും നീക്കാൻ പറ്റുള്ളൂ. ഓടുന്ന കാര്യം സങ്കല്പിക്കുകയാണ്. ജയിലിൽ ചാടിയവരെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട്. അതിന് തൊട്ട് പുറകിൽ ഓപ്പൺ ജയിലുമുണ്ട്, കൃഷിയൊക്കെ ചെയ്യുന്ന ഇത്. അപ്പോൾ അതായിരുന്നു ഈ പലരും പറയുന്ന ഞാൻ 28 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അല്ല, ഞാനതൊരു ജയിലിൽ കിടന്ന എക്സ്പീരിയൻസ് കൊണ്ട് മർദ്ദനം അനുഭവിച്ചിട്ടും എന്നെ ആരും തല്ലിയിട്ടൊന്നുമില്ല. ഉള്ള സത്യം ഞാൻ തല്ലൊന്നും കൊണ്ടിട്ടില്ല. പക്ഷേ ജയിൽ എന്താണ് എന്ന് എനിക്കറിയാം. ജയിലിലെ ശ്വാസം മുട്ടൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പുറത്തുനിന്ന് ഇത് അടയ്ക്കുമ്പോഴാണ് നമുക്ക് എന്തെല്ലാം സുഖസൗകര്യം അകത്തുണ്ടെങ്കിലും പുറത്തുനിന്ന് കുറ്റിയിട്ട ഒരു മുറിയിൽ പ്രയാസമുണ്ട്. അതൊരു മെൻ്റൽ, നമ്മൾ ഒരു സ്വാഭാവിക തൃഷ്ണയാണല്ലോ സ്വാതന്ത്ര്യം. അതെ അതെ അതെ. അപ്പോൾ അകത്തുനിന്ന് കുറ്റിയിടുമ്പോൾ നമുക്ക് അകത്തുനിന്ന് തുറക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഉണ്ട്. പുറത്തുനിന്ന് ഒരാളിട്ടാൽ അയാൾ എത്ര വേണ്ടപ്പെട്ടവനാണ്. ഞാൻ ഉറങ്ങുന്നു, സാറ് പറയുന്നു മോഹൻദാസ് ഉറങ്ങിക്കോ, ഞാൻ വന്ന് തുറന്നോളാം. അത് വേണ്ട സാർ, സാറ് പുറത്തുനിന്ന് പോയിട്ടുണ്ട്. അതെനിക്ക് സാറിന് വിശ്വാസം ഇല്ലായിട്ടൊന്നുമല്ല, എൻ്റെ അസ്വസ്ഥത കൊണ്ട് മനുഷ്യനാണോ എന്നുള്ളൊരു സംശയം വരും. അപ്പോൾ ഇതാണ് ഈ ജയിൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം വരാൻ തന്നെ കാരണം. സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ഏറ്റവും അധികം വിലമതിക്കുന്നത്. അതിനുവേണ്ടി പ്രാണൻ കൊടുക്കാൻ വരെ തയ്യാറാകും. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ഇവന് വല്ലാത്ത എന്തെല്ലാം സൗകര്യം, ഫാന്, തലയിണ, അത് ഇതൊക്കെ കൊടുത്തെങ്കിലും മഹാത്മാഗാന്ധിയെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് താമസിച്ചത്. ഫുൾ കൊട്ടാരം ജയിലായിട്ട് പ്രഖ്യാപിച്ചു ബ്രിട്ടീഷുകാർ. എന്നിട്ട് മഹാത്മാഗാന്ധി സമരം ചെയ്തു. തോറ്റുപോയി, അത് വേറെ കാര്യം. പക്ഷേ ആ കൊട്ടാരത്തിൽ ഏത് മുറിയിലും ഗാന്ധിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊട്ടാരത്തിന് വെളിയിൽ പോകാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഹി റിവോൾട്ടഡ്. കാരണം അത് സ്വാതന്ത്ര്യം ഒരു മനുഷ്യൻ്റെ ബേസിക് ഒരു ആവശ്യമാണ്. അതില്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ഡിസ്റ്റർബഡായിട്ട് നമ്മൾ വേണം നിൽക്കും. ഇത്തവണ പോലീസ് കൊണ്ടുപോയത് പോലീസ് കസ്റ്റഡി ആയിരുന്നു. അത് അറസ്റ്റായിരുന്നില്ല. അതെ, ജയിലിലോട്ടില്ല. ഞാൻ പോയിട്ട് അവിടെ മറ്റേ സൈബർ ക്രൈം അവരുടെ ഓഫീസിൽ തന്നെ കട്ടിൽ തലേണൊക്കെ അവർ റെഡിയാക്കി അവിടെയായിരുന്നു കിടന്നത്. ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ അവർ പുറത്തുനിന്ന് കൊണ്ടുവന്നു. അവരുടെ ക്യാൻറ്റീനിൽ നല്ല പെരുമാറ്റമായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ക്യാൻറ്റീനിലെ ക്വാളിറ്റി അത്ര ശരിയല്ല, ഞങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടാറില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് പുറത്ത് പോയിട്ട് ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ശരവണ ഭവനിൽ നിന്ന് കൊണ്ടുവരാൻ അതൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് തരികയൊക്കെ ചെയ്തു. ദേ വെർ വെരി നൈസ് വിത്ത് മീ. അത് കഴിഞ്ഞ് പിന്നെ ഐ വാസ് ഷുവർ ദാറ്റ് ഐ വിൽ ബി ഗെറ്റിംഗ് ബെയിൽ. അപ്പം ഞാൻ എൻ്റെ വക്കീലിനോട് പറഞ്ഞിരുന്നു, പോലീസ് കസ്റ്റഡി ചോദിക്കുകയാണെങ്കിൽ സമ്മതിച്ചേക്ക്, എത്ര ദിവസം വേണമെങ്കിലും അവർ കസ്റ്റഡിയിൽ വെച്ചോട്ടെ. പോലീസ് കസ്റ്റഡിയിൽ, ജുഡീഷ്യൽ കസ്റ്റഡി പറ്റില്ല. പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് അവർക്ക് തൃപ്തിയാകുമ്പോൾ അവർ പറയുകയാണ് വി ഡോണ്ട് റിക്വയർ ദിസ് മാൻ ഹിയർ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ജാമ്യാപേക്ഷ കൊടുക്കും. അവർക്ക് മടുക്കണം എന്നല്ല സാർ, അവരെന്തോ വലിയ ക്രൈം അന്വേഷിക്കുന്ന ഒരു ഭാവം അവർക്കുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും ഞാനെന്തോ വാഹൻ പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. അത് ഈ ചാനലുകളുടെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു മെൻ്റൽ പ്രഷറാണ് ചാനലുകൾ ഇങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം റെഡി ടു ഗോ ടു കസ്റ്റഡി. ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ റിലേറ്റീവ്സോ വക്കീലോ ഒന്നും സമ്മതിച്ചില്ല. ചേട്ടനൊന്നും മിണ്ടാതിരിക്കുക, ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുക. ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് വക്കീൽ വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു പറയാൻ പോകുന്നത് ഇതല്ലേ, ഇതിപ്പോൾ പറയണ്ട, അത് വക്കീൽ പറഞ്ഞോട്ടെ. അങ്ങനെ ദർ വാസ് സം കൺഫ്യൂഷൻ വിച്ച് ഐ ക്രിയേറ്റഡ്. അപ്പോൾ അവർ അസർട്ട് ചെയ്തു, റിലേറ്റീവ്സും ബാക്കി കൂടെയുള്ളവരും പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട, അതിൻ്റെ ആവശ്യമില്ല, ജാമ്യം നമ്മുടെ അവകാശമാണ്, അത് കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞു കിട്ടും ജാമ്യം, പക്ഷേ സ്റ്റിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലീസ് സാറ്റിസ്ഫൈഡ് ആയിക്കോട്ടെ. ഇതെന്താ ഇത് ഇത്ര വലിയ സംഗതി,
അവരൊരു 3 ദിവസം 4 ദിവസം കൂടെ എന്നെ കസ്റ്റഡിയിൽ വയ്ക്കും. അത് കഴിയുമ്പോൾ അവർ വിഷമിക്കാൻ തുടങ്ങും. അവർ മജിസ്ട്രേറ്റിനോട് പറയും ഈ കളവനെ ഞങ്ങളുടെ തലയിൽ നിന്ന് മാറ്റി തരണം എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ചെയ്യില്ല. പക്ഷേ പ്രശ്നമുണ്ട്. ഒരു റെഗുലർ ആർഗ്യുമെൻറ്റ്സ് ഇതിൽ നടന്നു. അപ്പോൾ പോലീസ് ഇങ്ങനെ ചെയ്തിരുന്നു. ഈ 35(3) നോട്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. അത് കൊടുത്തിട്ട് പിന്നെ അതിലെ കണ്ടീഷൻസ് ലംഘിച്ചാൽ മാത്രമേ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒഫൻസിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് കൊലപാതകത്തിന് ഇതൊന്നും കിട്ടില്ല. എൻ്റെ വകുപ്പുകളെല്ലാം തന്നെ 3 വർഷം 4 വർഷം എല്ലാം സ്റ്റേഷൻ ബെയിൽ കിട്ടുന്നതാണ് മാക്സിമം. 1-2 എണ്ണം മാത്രമാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ബെയിൽ കിട്ടുന്നത്. അതും മജിസ്ട്രേറ്റിന് മുമ്പിൽ ബെയിലബിളാണ്. യു കനോട്ട് റിമാൻഡ് ഫോർ സച്ച് ഓഫൻസസ്. അപ്പോൾ പോലീസിന് സംഭവിച്ചത് ഈ 35(3) നോട്ടീസ് കൊടുത്താൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ മേലധികാരികളോട് പറഞ്ഞു, സാർ 35(3) നോട്ടീസ് അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് ഇയാൾ. അതിന് പ്രത്യേക നിർദ്ദേശമൊന്നും ആവശ്യമില്ല. നിങ്ങൾ അനാവശ്യ വർത്താനം പറയരുത്, ആരും വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കരുത്, തെറി പറയരുത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയുടെ ഒരു 10-36 വീഡിയോസ് എടുത്ത് നോക്കി. ഒരു അസഭ്യവാക്കും അതിൽ കാണുന്നില്ല. വളരെ ഷാർപ്പായ ക്രിറ്റിസിസമാണ്, മുറിവേൽക്കുന്ന ക്രിറ്റിസിസമാണ്, പക്ഷേ അസഭ്യമില്ല. അപ്പം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നോട്ടീസ് വയലേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബൈ നേച്ചർ ഇങ്ങനെ അത് വയലേറ്റ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ എന്നാൽ പിന്നെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ ആ സെക്കൻഡിൽ ജാമ്യം കിട്ടും, കാരണം നോട്ടീസ് കൊടുത്തിട്ടില്ല. ഇതിലെന്ത് വേണം? അപ്പോൾ ചാനലുകളുടെ പ്രഷറിൽ ഇവർക്ക് തീരുമാനിക്കേണ്ടി വന്നു. ടിജിക്ക് ആ നോട്ടീസ് മറ്റേ സീനിയർ സിറ്റിസണൊക്കെ ആവുമ്പോൾ നോട്ടീസ് തന്നിരിക്കണം എന്നൊക്കെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ. ഇത് പോലീസ് ലംഘിക്കാനുള്ള കാരണം എന്തായിരിക്കും? അവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. പ്രഷർ ബൈ മീഡിയ. കാരണം ഫൈനലി ടോപ്പ് ഓഫീസേഴ്സ്, ഐ തിങ്ക് ACP ഓർ സംതിങ്, ഇദ്ദേഹം നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ സംസാരിക്കുമ്പോൾ സർ 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 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മേലധികാരികൾ നിരന്തരം എന്തൊക്കെയോ പറഞ്ഞു. ഫൈനലി അവർ ഡിസൈഡ് ചെയ്തു അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു സാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവരുടെയും ജാമ്യം കിട്ടിയത് നാണക്കേടല്ലേ? അത് നാണക്കേടായിക്കോട്ടെ, അത് കുഴപ്പമില്ല. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വഴി നടക്കാൻ സമ്മതിക്കില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ബട്ട് ഹി വാസ് അണ്ടർ പ്രഷർ. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ചോദിക്കും മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യും, മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഫൈനലി രമേശ് ചെന്നിത്തല പറഞ്ഞു കാണും, എടോ എന്തെങ്കിലും ഇനി ഇരുത്തി പൊറപ്പിക്കുന്നില്ല. സെയിം കണ്ടീഷനായിരുന്നു പിണറായി വിജയൻ്റെയും MP ഗോവിന്ദൻ്റെയും. അവരോടും ഇത് ചോദിക്കുമ്പോൾ ഇത് പറയേണ്ടി വരുമല്ലോ. പിന്നെ പറയുമ്പോൾ അതിന് പൊടിപ്പും തൊങ്ങലും രാഷ്ട്രീയമായിട്ട് അത് കോൺഗ്രസ് RSS അന്തർധാരയാണ്. അങ്ങനെ അതങ്ങ് പോയി. മീഡിയ വാസ് ക്യാമ്പയിൻ. ഫൈനലി ഇത് ഡിസൈഡ് അറസ്റ്റ്. അവിടെ ചെല്ലുമ്പോൾ ജാമ്യം കിട്ടും, കിട്ടിക്കോട്ടെ. ദാറ്റ് വിൽ ബി എ സെറ്റ് ബാക്ക്. വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ മട്ടാഞ്ചേരിയില് ചെറളായിലെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ ഇപ്പൊ വന്ന പോലീസുകാരെ ഇത് സമ്മർദ്ദം കൊണ്ടാണ് എന്ന് TGയോട് പറഞ്ഞിരുന്നോ? ഇല്ല, ഞാനത് ചോദിച്ചുമില്ല. കാരണം സാർ ഞാൻ ചില സമയത്തെ പറ്റി പറയുമല്ലോ, ഇത് ആവശ്യമില്ലാത്തതെന്ന് ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ പറയുന്നത് ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്യരുത്. നമ്മൾ ഈ സെർച്ച്, സീഷർ, അറസ്റ്റ്, കസ്റ്റഡി ഇതിൻ്റെയൊക്കെ സമയത്ത് പോലീസ് കുറച്ച് നുണകളൊക്കെ പറയും. കാരണം അവർക്ക് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ മനസാക്ഷി കുത്ത് മാറ്റാനായിട്ട് അവർ പറയും മോളിൽ നിന്നുള്ള നിർദ്ദേശമാണ് കേട്ടോ എന്ന് പറയും. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഏത് മോളിൽ നിന്നുള്ള നിർദ്ദേശം? മോളിൽ നിന്നുള്ള നിർദ്ദേശം നിയമവിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് അനുസരിക്കാൻ ബാധ്യതയില്ല. അയാൾ പറയുക ഇൻ റൈറ്റിംഗ് തരണം സർ, ദിസ് അറസ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഇല്ലീഗൽ, ബട്ട് ഇഫ് യു വാണ്ട് വി വിൽ ഡു ഇറ്റ്, ബട്ട് ഗിവ് ഇറ്റ് ഇൻ റൈറ്റിംഗ് എന്ന് പറയണ്ടേ? അല്ലാതെ മോളിൽ എന്ന് പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും എന്ന് പറയുന്നത് ക്യാരക്ടറില്ലാത്ത ആൾക്കാരുടെ സ്വഭാവം. അതുകൊണ്ട് അത്തരം സിറ്റുവേഷനിൽ പോലീസുകാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ബിലീവ് ഓൺ ദം, ബിക്കോസ് പോലീസ് ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. TGക്ക് നോട്ടീസ് തന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ.
പക്ഷേ ഈ കോടതിയിൽ മറ്റ് പ്രോസിക്യൂട്ടർ സർക്കാരിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് ഞങ്ങൾ കൊടുക്കാതിരുന്നത്, നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഒളിവിൽ പോകുമായിരുന്നു എന്ന് പറഞ്ഞതായിട്ട് വാർത്തകളിൽ കണ്ടു. അങ്ങനെ പറഞ്ഞല്ലോ. അല്ല, TG ഒളിവിൽ പോവില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാമെങ്കിലും ഈ ഒളിവിൽ പോയിരുന്നെങ്കിൽ TG എന്ത് ചെയ്തേനെ? അല്ല, ഒന്നും ചെയ്യാനൊന്നുമില്ല. ഒളിവിൽ പോയാലും ഒളിവിൽ പോകും. പിന്നെ അത്ര വാശി ഉണ്ടെങ്കിൽ വണ്ടിയൊക്കെ എടുത്തിട്ട് ഈ വലിയ ആൾക്കാരൊക്കെ ഒളിവിൽ പോകാറുണ്ടല്ലോ, അതുപോലത്തെ സീനൊക്കെ. പക്ഷേ ഈ ഒളിവിൽ പോകുമായിരുന്നു എന്നുള്ള ഇത് മജിസ്ട്രേറ്റ് തന്നെ അത് പൊളിച്ചു കളഞ്ഞു. മജിസ്ട്രേറ്റ് ശാന്തനായിട്ട് പ്രോസിക്യൂട്ടറോട് ചോദിച്ചു, നിങ്ങൾ FIR ഇട്ടത് ഏത് ഡേറ്റിലാണ്? 29. കസ്റ്റഡിയിലെടുത്തതോ ഓഗസ്റ്റ് 10-ാം തീയതി. സോ യു ഗോട്ട് ക്ലീൻ 13 days, ഓൾമോസ്റ്റ് 2 weeks. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കസ്റ്റഡിയിലെടുക്കാഞ്ഞത്? അപ്പം നിങ്ങൾക്ക് പേടിയില്ലായിരുന്നു ഒളിവിൽ പോകുമെന്ന് സംശയമുള്ള ആളിനെ FIR ഇട്ടാൽ ആ സെക്കൻഡിൽ കസ്റ്റഡിയിലെടുക്കും, ഒളിവിൽ പോകാനുള്ള ചാൻസ് കൊടുക്കില്ല. മാത്രമല്ല, നിങ്ങൾ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്? മട്ടാഞ്ചേരിയിൽ വീട്ടിൽ നിന്നല്ലേ? അതെ. ദാറ്റ് മീൻസ് പുള്ളി ഒളിവ് പോയിട്ടില്ല. സ്വന്തം വീട്ടിൽ ഒരാൾ ഒളിവ് പോവില്ലല്ലോ, വേറെ സ്ഥലത്തല്ലേ. അപ്പോൾ ഹി വാസ് ദർ. വാസ് ഹി ഡൂയിങ് വീഡിയോസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്? ഹി ഈസ് ഡൂയിങ് വീഡിയോസ് ഇൻ വേരിയസ് പ്ലേസസ്. അത് റെഗുലർലി പുള്ളി ചെയ്തുകൊണ്ടിരുന്നു. ദെൻ പുള്ളി റിലാക്സ് ആയിട്ട് ജീവിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ഡൂയിങ് വീഡിയോസ്. ഇറ്റ് ഈസ് ഓബ്വിയസ്. പിന്നെന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്രഹെൻഷൻ? നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഓടിക്കളയുന്നു. അപ്പോൾ അത് ആർഗ്യുമെൻ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് പിന്നെയും പ്രോസിക്യൂട്ടർക്ക് ഒരു ഡ്യൂട്ടിയാണ് ഇത് എതിർക്കുക എന്ന്. വാസ്തവത്തിൽ പ്രോസിക്യൂട്ടർ അങ്ങനെ ചെയ്തുകൂടാ, വെറുതെ എതിർക്കാനൊന്നും പാടില്ല. ബട്ട് ദെൻ എതിർത്തില്ലെങ്കിൽ പ്രോസിക്യൂട്ടറെ ആക്രമിക്കും ആൾക്കാർ. ഇപ്പോൾ സാർ കണ്ടില്ലേ, എനിക്ക് ജാമ്യം കിട്ടിയപ്പോൾ ചീത്ത മുഴുവൻ പോലീസിനാണ്. അതെ അതെ അതെ. നിങ്ങൾ നോട്ടീസ് കൊടുക്കാതെ അറസ്റ്റ് ചെയ്തു, എന്നിട്ട് ജാമ്യം. ഇവരുടെ ധാരണ എന്താണെന്നറിയാമോ? പോലീസ് വീട്ടിൽ വരിക, രാമചന്ദ്രൻ സാറേ ഈ നോട്ടീസ് ഒന്ന് പിടിച്ച്. ഇതെന്താ നോട്ടീസ്? സംസ്ഥാന സമ്മേളനമോ? അല്ലല്ല, അത് സാറിനുള്ള നോട്ടീസാണ്. മുഴുവൻ വായിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനിയിപ്പോൾ സാറിനെ അറസ്റ്റ് ചെയ്യും. ഇതാണ് ചാനലുകളുടെ ധാരണ. നോട്ടീസ് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്യുക. ഇത് നോട്ടീസ് കൊടുക്കാതെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ജാമ്യം കിട്ടും. അതെ, ഇങ്ങനെയൊക്കെയുള്ള അബദ്ധ ധാരണകൾ. ഞാൻ പറയുന്നത് ദേ ആർ ഇൻഫോംഡ് എന്ന് മാത്രം ഞാൻ പറയാം. അതാണ് മോസ്റ്റ് സിവിലൈസ്ഡ് വാക്ക് എൻ്റെ മനസ്സിൽ. ബാക്കിയുള്ളതൊക്കെ ഒരല്പം ബിലോ. ഒരു വിവരമോ സംഗതിയോ ഒന്നും തന്നെ ഇല്ലാതെ വെറുതെ ബഹളം വയ്ക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. വെറുതെ ബഹളം. അവർക്ക് ഒരു സിറ്റുവേഷൻ അസസ് ചെയ്യാൻ അവർക്ക് അറിയില്ല, ഒരാളെ അസസ് ചെയ്യാൻ അറിയില്ല. ദേ ടേക്ക് എ പൊസിഷൻ ആൻഡ് ഡു ക്യാമ്പയിനിങ്. സാറ് നോക്ക്, എല്ലാ TV-യിലും ഇപ്പം നടക്കുന്നത് ന്യൂസ് ഒന്നുമല്ല, ക്യാമ്പയിനാണ്. രാവിലെ ഒരു ക്യാമ്പയിനാണ് തുടങ്ങുന്നത്. ന്യൂസ് ഒന്നുമില്ല. ഈ ന്യൂസിന്റെ എത്രയോ ആംഗിളുകൾ നമുക്ക് പ്രോബ് ചെയ്യാം. അതില്ല. അത് ഈ ഇപ്പോഴത്തെ കേസുകളിലൊക്കെ കാണാം. എവറി ചാനൽ ഹാസ് ആൻ അജണ്ട ആൻഡ് ദേ ക്യാമ്പയിൻ ഫോർ ദാറ്റ്. അന്നത്തേക്ക് ഒരു ഇരവേണം. ഈ TGയുടെ വീട്ടിൽ ഇവർ കുറെ പരിശോധനകൾ നടത്തിയല്ലോ, ഇല്ലേ? എന്നിട്ട് എന്തോ കണ്ടെടുത്തു എന്നൊക്കെ ഈ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ലാപ്ടോപ്പോ പേനയോ? സാറേ, എനിക്ക് ലാപ്ടോപ്പ് ഇല്ല. ലെറ്റ് ഇറ്റ് ബി നോൺ ടു എവരിബഡി. ലാപ്ടോപ്പ് എന്ന് പറയുന്ന സാധനം എനിക്കില്ല. എനിക്കുള്ളത് മൊബൈലാണ്. അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഇത് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഇൻക്രിമിനേറ്റിംഗ് ഡോക്യുമെന്റ്സ് എന്നൊക്കെയല്ലേ. എന്തെങ്കിലുമൊക്കെ പറയേണ്ടത്. മൊബൈൽ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാലൊരു മോശം. അതുകൊണ്ട് ഡിജിറ്റൽ ഉപകരണങ്ങൾ. അപ്പോൾ സാറിന് തോന്നില്ല വലിയ എന്തോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തലച്ചുമടായിട്ട് കൊണ്ടുപോകേണ്ട അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വി വർ സ്പീക്കിംഗ്. അവർ കംപ്ലീറ്റ് ഇത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ചോദിച്ചു. അത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ബാക്കി മുഴുവൻ ഇത് സീസ് ചെയ്യാമോ എന്നുള്ള തർക്കമായിരുന്നു. എനിക്ക്
എൻ്റെ ഇതുപോലെ എന്ത് സീസ് ചെയ്യാമോ? ഈ മൊബൈൽ ഫോൺ. മൊബൈൽ മൊബൈൽ ഫോൺ. മൊബൈലിൻ്റെ ഒരു തകരാറ് സാർ ആലോചിച്ച് നോക്ക്. ഈ മൊബൈൽ ഫോണിലൂടെ ആണോ ഞാൻ അപ്ലോഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ അല്ല. മൊബൈൽ ഫോണിലാണ് വീഡിയോ ഉണ്ടാക്കിയിട്ട് വേറൊരാൾക്ക് കൊടുത്തിട്ട് അയാൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എന്തിനാണ്? ഈ മൊബൈൽ ഫോണിലാണ് വീഡിയോ ഉണ്ടാക്കിയത് എന്ന് തെളിയിക്കാൻ. ഞാൻ പറഞ്ഞു, അത് മൊബൈലിലുള്ള വീഡിയോയെ ചൊല്ലി അല്ലല്ലോ പരാതി യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോയെ പറ്റിയല്ലേ. മൊബൈലിൽ ഞാൻ എന്ത് വീഡിയോ ചെയ്ത് എന്ത് വാങ്ങിക്കോട്ടെ, കംപ്ലൈൻറ്റ് യൂട്യൂബിലെ വീഡിയോ പറ്റിയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മൊബൈൽ എന്തിനാണ്? യൂട്യൂബിലെ വീഡിയോ അതുപോലെ കിടപ്പുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ടു ആൻസർ. നമ്പർ 2, ഞാൻ പറഞ്ഞു, എൻ്റെ പേഴ്സണൽ ഡാറ്റ മുഴുവൻ ഇതിനകത്തുണ്ട്, പ്രൈവറ്റ് ഡാറ്റ. എനിക്ക് ഒളിച്ചു വയ്ക്കാനോ രഹസ്യമൊന്നുമില്ല, പക്ഷേ സ്വകാര്യതയുണ്ടല്ലോ, അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലംഘനമല്ലേ? സ്വകാര്യത ലംഘനം, റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചു. പുട്ടസ്വാമി 1 ജഡ്ജ്മെൻറ്റ്, പുട്ടസ്വാമി 2 ജഡ്ജ്മെൻറ്റ്. 574 പേജസാണ് പുട്ടസ്വാമി ജഡ്ജ്മെൻറ്റ്. മലയാളത്തിലെ ചാനലുകളിൽ ആരെങ്കിലും ഇത് വായിക്കുമെന്നാണ് തോന്നുന്നു. പ്രൈവസിയെ പറ്റി ഘോര ഇവർ പ്രസംഗിക്കുകയും ചെയ്യും, അവർക്ക് ആവശ്യം വരും. അപ്പോൾ മൊബൈൽ ഈസ് സച്ച് എ ഡിവൈസ് ദാറ്റ് പോലീസിൻ്റെ എവിഡൻസും എൻ്റെ എവിഡൻസും മൊബൈലിലുണ്ട്. എനിക്ക് എന്നെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള എവിഡൻസ് ഉണ്ടല്ല. ദാറ്റ് ഈസ് ഓൾസോ വീഡിയോഗ്രഫി. അതെ, ഞാൻ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ സപ്പോർട്ടിങ് വീഡിയോ. ടി ജി പറയുന്നത് ടി ജിയുടെ ഭാഗം തെളിയിക്കാൻ ടി ജിയുടെ മൊബൈൽ ആവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാർ, ഈ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഇതിലാണ്. ഇതിനു മുമ്പ് 2017 ഒരു FIR ഇട്ടിരുന്നു എൻ്റെ പേരിൽ. അന്ന് മൊബൈൽ ഇവർ പിടിച്ചെടുക്കാൻ നോക്കി. ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു, അന്വേഷണം നടത്തിക്കോളൂ, പക്ഷെ മൊബൈൽ പിടിക്കാൻ പറ്റില്ല. അയാളുടെ മൊബൈൽ നിങ്ങൾ പിടിച്ചെടുക്കുന്നത് സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് എന്ന് പറയും. അവനവനെതിരെ അവനവൻ തന്നെ മൊഴി കൊടുക്കാൻ നിർബന്ധിക്കുക. ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23. അപ്പോൾ ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ജസ്റ്റിസ് കമാൽ പാഷയുടെയാണ് ഉത്തരവ്. അദ്ദേഹം പറഞ്ഞു, മൊബൈൽ പിടിക്കാൻ പറ്റില്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും വഴിയിൽ തെളിവുണ്ടാക്കിക്കൊള്ളണം, അല്ലാതെ ഇയാളുടെ മൊബൈൽ വാങ്ങിച്ചത് ഈ മൊബൈലുണ്ടായിരുന്നു അത് തന്നെ അയാൾക്കെതിരെ ഉപയോഗിക്കുന്നത്, ദാറ്റ് ഈസ് നോട്ട് ഫെയർ. അപ്പോൾ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അവർ മുകളിലേക്ക് വിളിച്ചു ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് പോയപ്പോഴും അവരുടെ SP സൈബർ സെല്ലിന് അവർ ഫോൺ ചെയ്തിട്ട് സർക്കിളിന് ഫോൺ എനിക്ക് തരാൻ പറ്റും. തന്ന് ഞങ്ങൾ സംസാരിച്ചു. SP പറഞ്ഞു, ഇതൊരു ഗ്രേ ഏരിയ ആണ്. ലെറ്റ് മീ അഡ്മിറ്റ് ദാറ്റ്. വെയറിൻ യു ആർ റൈറ്റ്, വി ആർ ഓൾസോ റൈറ്റ്. ഞങ്ങളുടെ എവിഡൻസ് നിങ്ങളുടെ മൊബൈലുണ്ട്, നിങ്ങളുടെ എവിഡൻസ് നിങ്ങളുടെ മൊബൈലുണ്ട്, പ്ലസ് നിങ്ങളുടെ പ്രൈവസിയിലേക്ക് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഈ പുട്ടസ്വാമി ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ ഒരുപാട് അതിൻ്റെ ഡയമെൻഷൻസ് പഠിച്ചു. അതിൽ ഇപ്പോൾ ഒരാളുടെ മൊബൈൽ, അയാൾ ക്രൈമൊക്കെ ചെയ്ത് ഈ പറഞ്ഞ പോലെ സം സൈബർ നോൺസെൻസ്, അത് പേരിൽ ഇയാൾക്ക് ഒരു പരസ്ത്രീ ബന്ധമുണ്ട്, അതുകൊണ്ട് ഇയാൾ ഈ മൊബൈൽ കൊടുക്കുന്നില്ല. അയാൾ പറയുന്നു, ഈ മൊബൈൽ ഞാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൊബൈലും കൊണ്ട് പോകുന്നതിന് മുമ്പേ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇവർ ഇങ്ങനൊരു ബ്ലാക്ക് മെയിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇവർ മുകളിൽ ചോദിച്ചു. അത് എനിക്ക് തോന്നുന്നത് സംവേർ ഹരിയാനയിലും മറ്റുള്ള സംഭവമാണ്. സാർ ഇങ്ങനെ പറയുന്നു, ലക്ഷണം കണ്ടിട്ട് അയാൾ ഡാം സീരിയസ് ആണ്, അയാൾ ചത്തുകളയും, ഫോൺ അയാൾക്ക് കൊടുക്കുക. അപ്പോൾ ഫോൺ കൊടുത്തു. അയാൾ പറഞ്ഞു, ഞാൻ ചാകും ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ SP അവിടെ പോകുന്നു. ഫോൺ എനിക്ക് തന്നു, ഇയാൾ തരുന്നില്ല. അവസാനം, നിങ്ങൾക്ക് തിരിച്ചു തരാമേ ഈ ഫോൺ, ഞാൻ കൊണ്ടുപോകണില്ല, പക്ഷേ എന്താ ഇതിൽ ഇത്ര വലിയ സംഗതി എന്നറിയട്ടെ. അയാൾ എന്ത് ചെയ്തിട്ടും സമ്മതിക്കുന്നില്ല. ഒടുവിൽ ജസ്റ്റ് നോക്കാനായിട്ട് ബലം പ്രയോഗിച്ചു.
ബലം പ്രയോഗിച്ച് ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ തുറന്ന SP ഉണ്ടല്ലോ, അയാളുടെ ഭാര്യയുമായിട്ട് ഇയാൾക്ക് ഇല്ലിസിറ്റ് റിലേഷനുണ്ട് ഈ മനുഷ്യൻ. അപ്പോൾ അയാൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈൽ പോയി കഴിഞ്ഞാൽ SP ഇതറിയും, SP-യുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധമുണ്ടെന്നറിയും. എന്തൊരു കോംപ്ലിക്കേറ്റഡ് തലവേദനയാണ് നമുക്ക്. 2 കുടുംബങ്ങൾ തകർന്നു പോകും, SP-യുടെ റെപ്യൂട്ടേഷൻ പോകും, SP അവിടെ നിന്ന് തന്നെ വേർത്തുപോയി. നൗ വാട്ട് ടു ഡു? അയാൾ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച ഫോഴ്സിബിളി മൊബൈൽ വാങ്ങിച്ചിട്ട് അയാൾ കണ്ടു. അയാൾക്ക് തോന്നി ഇത് വേണ്ടായിരുന്നു, എൻ്റെ ദൈവമേ, ഞാൻ ഏത് നേരത്തായി മൊബൈൽ എടുക്കാൻ തീരുമാനിച്ചു. മറ്റേയാളാണെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് മരിക്കുകയല്ല പറയുന്ന മാർഗം. ഇവർ 2 പേരും റെപ്യൂട്ടഡ് ഫാമിലിയാണ്. സോ ദിസ് ഈസ് ബിഹൈൻഡ് ദിസ്. ഈ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ആൾക്കാർ വളരെ നിസ്സാരമായിട്ട് എടുക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന പോലും അവിഹിത ബന്ധത്തെ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ള മട്ടിൽ വേണമെങ്കിൽ വളച്ചൊടിക്കും. ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ്. ഒരാൾ ഇമ്മോറലാണെങ്കിൽ, അയാൾക്കൊരു സീക്രട്ട് അഫെയർ ഉണ്ടെങ്കിൽ പോലീസിന് അതിൽ കാര്യമില്ല. മറ്റ് സ്വകാര്യതയാണ്. ഈ എൻക്വയറി ഓഫീസറുടെ ഭാര്യയുമായിട്ടാണ് ഇയാൾക്ക് ഇല്ലിജിറ്റിമേറ്റ് റിലേഷൻ എങ്കിൽ ഈസ് ഇറ്റ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് തിങ്? ഇതിനൊക്കെ അങ്ങനെയാണ് പുട്ടസ്വാമി ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി പറഞ്ഞു സ്വകാര്യത ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ബട്ട് ദിസ് കോൺഫ്ലിക്ട്സ് വിത്ത് ഇപ്പോൾ ഒരു കൊലപാതകി അയാളുടെ മൊബൈൽ പിടിച്ചെടുക്കണ്ടേ? പുട്ടസ്വാമി ജഡ്ജ്മെൻറ്റോടെന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് എക്സെപ്ഷൻസ് കൊടുത്തു, ഹൈനസ് ക്രൈം സാധ്യത. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. TGക്ക് വേണമെങ്കിലേ വീട്ടിൽ ഇവർ വന്നിട്ട് ഈ മൊബൈൽ ചോദിക്കുമ്പോൾ TGയുടെ ഭാര്യയ്ക്ക് ഈ മൊബൈൽ കൈമാറിയിട്ട് വേണമെങ്കിൽ ഒരു സീൻ ഉണ്ടാക്കാമായിരുന്നല്ലോ. ഞാൻ മൊബൈൽ തരില്ല, ഇതെൻ്റെ സ്വകാര്യതയാണ്, എൻ്റെ റൈറ്റാണ്, എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, ഞാൻ മൊബൈൽ തരില്ല. TGക്ക് പുട്ടസ്വാമി കേസും എല്ലാം അറിയാം, പക്ഷെ TG കൊടുത്തല്ലോ. സാർ അവിടെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, നിയമവിധേയമായിട്ട് ഞാൻ പെരുമാറുള്ളൂ. അപ്പോൾ പോലീസ് ഫോഴ്സ് ഉപയോഗിക്കുന്നു, എനിക്ക് വേറൊരു സീൻ ക്രിയേറ്റ് ചെയ്ത് അത് തടയാം. പോലീസ് TGയുടെ ഭാര്യയുടെ അടുത്ത് ബലം പ്രയോഗിച്ചു എന്ന് വരും. ബലം പ്രയോഗിച്ചു, എൻ്റെ ഭാര്യയെ തല്ലി, അന്ന് കരുണാനിധി കാണിച്ചില്ല, കൊല പണ്റാങ്ക് എന്ന് പറഞ്ഞു, ദെൻ പോലീസിന് പിൻവലിയേണ്ടി വരും. ബട്ട് അതൊക്കെ ഒരു CPM ടെക്നിക്കാണ്, അത് ഞാൻ ചെയ്യില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബലം പ്രയോഗിച്ച് ആണ് ഇത് കൊണ്ടുപോകുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റ്. ഞാൻ ടു മൈ ലെവൽ ബെസ്റ്റ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി വിത്ത് ഓൾ ജഡ്ജ്മെൻറ്റ്സ്. എനിക്ക് ജസ്റ്റിസ് കമാൽ പാഷയുടെ ജഡ്ജ്മെൻറ്റ് എൻ്റെ തന്നെ ഉണ്ട്, സർട്ടിഫൈഡ് സ്റ്റാമ്പ് ഒട്ടിച്ചു. അത് ഞാൻ കാണിച്ചു, അതിലെ വരികൾ കാണിച്ചു. ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് നിങ്ങൾ കൊണ്ടുപോകുന്നു, ഫൈൻ, നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഞാൻ അവരോട് പറയുകയും ചെയ്തു, എന്നെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തതിൽ എനിക്ക് പരാതിയില്ല. നോട്ടീസ് തരാതെ കസ്റ്റഡിയിലെടുത്തു സാങ്കേതികമായ കാര്യങ്ങളാണ്, അതിലും എനിക്ക് വലിയ പരാതിയില്ല. നിങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ദർ ആർ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഞാൻ മാത്രമാണ്. ഭൂമിയിൽ എത്രയോ പേർക്ക് ഹെൽത്ത് ഇഷ്യൂസും, ഞാൻ മാത്രം അയ്യോ എനിക്ക് സുഖമില്ല, അതിന് ഞാനില്ല. ഞാൻ പറഞ്ഞു, ആകെ എൻ്റെ ഒബ്ജക്ഷൻ ഈ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ സീസ് ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് എക്സ് ഫാസി ഇല്ലീഗൽ. അത് ബട്ട് ദെൻ നിങ്ങൾ എടുത്തുകൊണ്ട് പോയി ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് നിങ്ങളുമായിട്ട് ഉരുട്ടിപ്പിടുത്തം നടത്താൻ ഒന്നും പറ്റില്ല, അതിനുള്ള ഉദ്ദേശവുമില്ല. സോ മറ്റേ CPM-ൻ്റെ ലോക്കപ്പ് തുറന്ന ആളെ ഇറക്കി കൊണ്ടുപോവുക, പോലീസ് സ്റ്റേഷനിൽ തീയിടുക, പോലീസുകാരൻ്റെ ഭാര്യയെ വിരട്ടുക, ആ പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല. എൻ്റെ കൂടെയുള്ളവരും അത് ചെയ്യും. അതുകൊണ്ട് ഐ ഗോ ലീഗലി. ഞാനിപ്പോൾ ഒരു കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഗീവ് മൈ മൊബൈൽ ബാക്ക്. ഇപ്പോൾ ഇത്രയും ദിവസം അവരുടെ ആയിരുന്നല്ലോ, അവരുടെ ഇൻസ്പെക്ഷനോ ടെസ്റ്റോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു കാണും, എനിക്ക് തിരിച്ചു വേണം. ദാറ്റ് ഈസ് ഹൗ ഐ പ്രൊസീഡ്. ആ മൊബൈല് അത്രയും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ അവരും കുറേ പേര് പോലീസുകാർ സംഖ്യകളൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഐ ഡോണ്ട് നോ, ഉണ്ടാവാം. പോലീസ് മനുഷ്യരല്ലേ, അവർക്കും ഉള്ളിൽ അവരുടേതായ രാഷ്ട്രീയമോ സംഗതിയൊക്കെ ഉണ്ടാവും. അല്ല, ഒരു 10 പേരിൽ ഒരാളെങ്കിലും
നല്ല വഴിക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും ഗുണമുണ്ടല്ലോ സമൂഹത്തിന്. അല്ല, അങ്ങനെ ഈ സമൂഹത്തിന് ഗുണമുണ്ടാകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ സമൂഹത്തെ നന്നാക്കി അടങ്ങുമെന്നുള്ള വാശിയും എനിക്കില്ല. ആ സ്വാമി വിവേകാനന്ദനും നാരായണ ഗുരുവും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലികളാണതൊക്കെ. ഞാൻ എത്രയോ നിസ്സാരനായ മനുഷ്യനാണ്. ആ വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിൽ തന്നെ കിടപ്പില്ലേ? ഉണ്ട്. ഇത് മറ്റേ കോടതിയുടെ വാദത്തിൻ്റെ ഇടയ്ക്ക് നേരത്തെ നോട്ടീസ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തേനെ എന്നോ മറ്റോ വക്കീൽ പറഞ്ഞിരുന്നോ? ഇല്ല. കാരണം അങ്ങനെയും വാർത്തകളിൽ കണ്ടു. ഇല്ല, ഒന്നും പറഞ്ഞു. അപ്പോൾ വീഡിയോ അങ്ങനെ തന്നെയുണ്ട്. വക്കീല് കോടതിയിൽ വക്കീലന്മാരെ അവരുടെ മുമ്പിൽ ലിമിറ്റഡ് ഇഷ്യൂ ആണ്. ഇപ്പോൾ നമ്മുടെ കക്ഷി അറസ്റ്റിലായിരിക്കുന്നു, ഇയാളെ പുറത്തെടുക്കുക, ദാറ്റ് ഈസ് ഓൾ. അതെ. അപ്പം ഞാൻ എൻ്റെ വക്കീലിനോട് ഞാൻ പറയുമ്പോൾ ഈ കമാൽ പാഷ ജഡ്ജ്മെൻറ്റ്, പുട്ടസ്വാമി ജഡ്ജ്മെൻറ്റ് അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ബട്ട് ഹീ നെവർ റേസ്ഡ് ഇറ്റ്. ഞാൻ പിന്നെ ചോദിച്ചു, ഇത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ, എൻ്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, മനസ്സിലായി? അർജുനൻ മറ്റേ കിളിയുടെ കണ്ണ് കാണുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ ലക്ഷ്യമാണ് ചേട്ടനെ ഇതിൽ നിന്ന് ഊരിയെടുക്കുക, ജാമ്യം എടുക്കുക. അല്ലാതെ പൂട്ടസ്വാമിയും കിട്ടസ്വാമിയും ഒന്നും ആ സമയത്ത് ഇറ്റ്സ് ഓൾ ഗോൺ, യു ആർ ഓൾറെഡി അണ്ടർ അറസ്റ്റ്. പൂട്ടസ്വാമിയെ വെച്ചിട്ട് ആർഗ്യൂ ചെയ്യുന്നത് ഈ മൊബൈലിൻ്റെ പ്രശ്നത്തിലല്ലേ? മൊബൈലല്ലെന്ന് ഇപ്പം എൻ്റെ പ്രശ്നം ചേട്ടനാണ്. ചേട്ടനെ ഇറക്കുക എന്നുള്ളതാണ്. മൊബൈൽ ഞാൻ പുറകെ മേടിച്ചോളാം, പോരെ? അത് മൊബൈൽ കിട്ടണമെന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ പ്രാണം പോയാൽ എന്ത് ചെയ്യും? സോ അവർ വളരെ ഈ വക്കീലന്മാർ അവരുടെ ആർഗ്യുമെൻറ്റ്സ് കണ്ട് ഇവരെയൊക്കെ വാസ്തവത്തിൽ മീഡിയയൊക്കെ അത് കാണേണ്ടതാണ്. അവരുടെ ഷാർപ്പ്നെസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ഗാർബേജ് അവരുടെ തലയിലിടാൻ നോക്കും, അവർ കേൾക്കുക ചെയ്യും. ഇവിടെ അവർ സിംഗിൾ ഹാൻഡായിട്ട് ഒറ്റ പോയിന്റ് TG മോഹൻദാസിന് ജാമ്യം കിട്ടും. ബാക്കി മൊബൈലൊക്കെ നോക്കാൻ. മറ്റേതൊക്കെ വല്ല പ്രസംഗത്തിലോ അക്കാദമിക് സംഭവങ്ങളിലോ പ്രഭാഷണങ്ങളിലോ ഒക്കെ ഉപയോഗിക്കാം. ഇഫ് ദ ഇഷ്യൂ മൊബൈലാകുമ്പോൾ അത് പറയാം. ഇപ്പം ഞാൻ മൊബൈൽ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനിൽ ഈ കാര്യങ്ങളൊക്കെ പറയാം. മൊത്തത്തിൽ ഈ അവസാനമായിട്ട് ഈ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ എങ്ങനെയായിട്ടാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത്? ഒരു ശല്യമായിട്ടായിരുന്നോ, നമ്മുടെ ജോലിക്ക് തടസ്സമായിട്ടാണോ, ഒരു അനാവശ്യമായിട്ടുള്ള ഇടപെടലായിട്ടാണോ, സ്വകാര്യതയിൽ നടന്ന ആക്രമണമായിട്ടാണോ? അങ്ങനെയൊന്നുമില്ല. ഞാനത് ഇതിനു മുമ്പും കസ്റ്റഡിയിൽ പോയിട്ടുണ്ട്. ജയിലിൽ പോയിട്ടില്ലെന്നേ ഉള്ളൂ, അറസ്റ്റിലായില്ലെന്നേ ഉള്ളൂ, കസ്റ്റഡിയിൽ പോയിട്ടുണ്ട് 2 or 3 തവണ. ഒരു തവണ തീവ്രവാദ കേസിലായിരുന്നു, ഒരു ഫുൾ ഡേ കസ്റ്റഡിയിലായിരുന്നു. കസ്റ്റഡി എന്ന് പറയാം, അത് എൻ്റെ ഓഫീസിലായിരുന്നു. ബട്ട് പുറത്ത് പോലീസ് ജീപ്പ്, അകത്ത് ചോദ്യം ചെയ്യൽ ഒക്കെ ആയിട്ട്. ഞാനത് നമുക്ക് വേറെ ഒരു ദിവസം വേണമെങ്കിൽ ഒരു എപ്പിസോഡായിട്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് പരുക്കൻ അനുഭവങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ട് എന്നെ അത് അങ്ങനെ അങ്ങ് ഇമോഷണലി പിടിച്ച് കുലുക്കാറൊന്നുമില്ല. അത് മറ്റതും എന്നെ ഇമോഷണലി കുലുക്കിയിട്ടൊന്നുമില്ല. എക്സെപ്റ്റ് ആ തീവ്രവാദ ഒരു കേസിൽ മാത്രം ഞാൻ ഇമോഷണലായിപ്പോയി. കാരണം ദ സീരിയസ്നെസ്, അത് ഇതുപോലത്തെ കേസൊന്നും അല്ലല്ലോ. സംഭവം ദേശവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തു എന്ന് പറഞ്ഞുള്ള കേസ്. ചെയ്തു എന്നല്ല, ചെയ്ത ആളിനെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ്. അപ്പോൾ അത് ദാറ്റ് ഷുക്ക് മീ ടു ദ കോർ. അതർവൈസ് ബാക്കിയുള്ളതൊക്കെ എനിക്കറിയാമായിരുന്നു. മെറിറ്റ് ഈസ് ഓൺ മൈ സൈഡ്, ഇതൊക്കെ ടെമ്പററി ഒരു നോക്കാം, പിന്നെ അങ്ങ് മാറിക്കൊള്ളും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മനപ്രയാസമൊന്നും ഉണ്ടായില്ല.